ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വചനം ഇപ്രകാരം പറയുകയാണ്: ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്, ഞാൻ അവർക്ക് ഉത്തരമരുളും. എത്രയോ അതിമനോഹരമായ ദൈവത്തിന്റെ ഒരു വചനവും വാഗ്ദാനവും ഒരു ഉറപ്പുമാണ് ഈ വചനത്തിലൂടെ നമുക്ക് ദൈവം നൽകുക. കർത്താവ് ഈ ഒരു ഓഗസ്റ്റ് മാസക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് അനേക നന്മകൾ നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെല്ലാം കർത്താവ് പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകി. നമ്മൾ നാളെ മുതൽ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാളിന് വേണ്ടിയുള്ള വലിയ ഒരു ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. പ്രത്യേകമായിട്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. അമ്മയുടെ കരതാലിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് സാധിക്കുമെങ്കിൽ ഫേസ്ബുക്കിലൂടെ അമ്മയോട് ചേർന്നുള്ള നൊവേനകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലണമെന്ന് ആഗ്രഹിക്കുകയാണ്. കൂടുതലായിട്ട് നോമ്പ് 8 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ വലിയ നോമ്പുകൾ എടുക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് കൂടി ഈ നോമ്പുകൾ എടുക്കാനായിട്ട് സാധിക്കും. നമുക്കൊത്തിരി സ്നേഹത്തോടെ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കാം. പ്രത്യേകിച്ച് നാട്ടില് സ്ത്രീ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രാബല്യമായൊരു നോമ്പാണ് 8 നോമ്പ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് 8 നോമ്പ് എടുത്ത് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് അമ്മയുടെ മധ്യസ്ഥം വഴി വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതോളം നമ്മൾ കണ്ടിട്ടുമുണ്ട്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ കർത്താവ് പറഞ്ഞതുപോലെ, സക്കറിയ 10:6 പറയുന്നത് പോലെ, ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്, ഞാൻ അവർക്ക് ഉത്തരം അരുളും. ആ കർത്താവിനെ ആരാധിക്കാം.